ാണ് എൻഡോക്രൈൻ. ഇതിലാണ് എൻ്റെ ഗവേഷണം. ഈ എൻഡോക്രൈൻ സിസ്റ്റത്തിൻ്റെ അപകടത്തിൻ്റെ മൂല കാരണം ഈ ഫാറ്റ് അഥവാ കൊഴുപ്പില്ലാത്തതുകൊണ്ടാണ്. ഇത് പലരും നിങ്ങളുടെ ശരീരത്തിലെ ആവശ്യത്തിന് നല്ല കൊഴുപ്പ് ശരീരത്തിനില്ലെങ്കിൽ നിങ്ങളുടെ ഹൃദ്രോഗമടക്കം, ഹൃദയത്തിൻ്റെ ആരോഗ്യമടക്കം, മസ്തിഷ്കത്തിൻ്റെ ആരോഗ്യമടക്കം ഈ 80 അവയവങ്ങളും പ്രവർത്തിക്കില്ല. പക്ഷെ എല്ലാ രോഗികളും എന്ത് ഭക്ഷണം എടുത്ത് കൊടുത്താലും സാർ എൻ്റെ കൊഴുപ്പ് കൂടും, എനിക്ക് ഏതോ ഡോക്ടർമാർ പഠിപ്പിച്ചിരിക്കുകയാണ് ഈ കൊഴുപ്പ് കൂടിയ പണപ്പെടുന്നത്. ഇത് വളരെ തെറ്റാണ്. കൊഴുപ്പില് അപൂരിത കൊഴുപ്പ് എന്ന് പറയുന്ന HDL, LDL അല്ലാതെ VLDL ട്രൈഗ്ലിസറൈഡ്സും ഉണ്ട്. ഈ 2 കൊഴുപ്പുകളാണ് അപൂരിത കൊഴുപ്പാണ് അപകടം. ഈ LDL-ഉം HDL-ഉം അപകടകാരിയല്ല. ഇത് 200 ഒരു 10 കൂടുമ്പോഴേക്കും ഇവിടെ വന്ന് സാറേ കൊഴുപ്പ് കൂടി, ഞാൻ കശുവണ്ടി പരിപ്പ് കഴിക്കില്ല, ബദാം പരിപ്പ് കഴിക്കില്ല, കോഴിമുട്ട കഴിക്കില്ല, സാർ എന്ത് കഴിച്ചാലും കൊഴുപ്പ് കൂടും, അറ്റാക്ക് വരും. പക്ഷേ കൊഴുപ്പാണ് നിങ്ങളുടെ എല്ലാ അവയവങ്ങളുടെയും മസ്തിഷ്കത്തിൻ്റെയും ഈ 9 ഗ്രന്ഥികളുടെയും ആരോഗ്യത്തിൻ്റെ പ്രധാന കാരണം. കൊഴുപ്പിൽ നിന്നാണ് ഈ സെക്രീഷൻ ഉണ്ടാകുന്നത്. അതുകൊണ്ട് ദയവ് ചെയ്ത് കൊഴുപ്പ് അടങ്ങിയ നല്ല കൊഴുപ്പുണ്ടാവാവുന്ന ഭക്ഷണം സ്റ്റുഡൻസ് എഴുതി കൊടുക്കും. ഇപ്പോൾ ഈ ക്ലാസ് എടുക്കാൻ പറ്റണം. നിങ്ങൾ ഏത് വ്യക്തി വന്നാലും കൊഴുപ്പ് കുറഞ്ഞുള്ള പ്രശ്നം എന്താ അറിയോ? ഒന്ന്, നിങ്ങളുടെ ഹൃദയത്തിൻ്റെ ആരോഗ്യം. നിങ്ങൾക്ക് മിക്ക രോഗങ്ങളുടെയും ഒരു മൂല കാരണം ഈ നല്ല കൊഴുപ്പിൻ്റെയും കുറവാണ്. HDL-ഉം LDL-ഉം അപകടകാരിയല്ല, വീണ്ടും പറയുന്നു. അപ്പം നല്ല കൊഴുപ്പുണ്ടാവാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്ന പേഷ്യൻസിനെ, സ്റ്റുഡൻസിനോടോ പറയണം, 4 ഭക്ഷണങ്ങൾ കഴിക്കാൻ പറയണം, എഴുതി കൊടുക്കും. നല്ല കൊഴുപ്പ് കൂട്ടുന്ന ഭക്ഷണം, റോ കോക്കനട്ട്. നമ്മുടെ കേരളത്തിലെ വെളിച്ചെണ്ണയില്ല, തേങ്ങ 300 ഗ്രാം പച്ചയ്ക്ക് തിന്നാൽ നിങ്ങൾക്ക് നല്ല കൊഴുപ്പ് കൂടും. മിനിമം തിന്നാൻ പറയണം. പലരുടെയും കാരണം തേങ്ങയും വെളിച്ചെണ്ണയും തിന്നാൽ കൊഴുപ്പ് അടിഞ്ഞുകൂടി ഞങ്ങളൊക്കെ അറ്റാക്ക് വന്ന് ചത്തുപോകുന്ന 100% അബദ്ധം. എഴുതിയോ? 2, കടല, പരിപ്പ്, പയർ വർഗ്ഗങ്ങൾ. കടല, പരിപ്പ്, നിലക്കടല, പച്ചക്കടല അടക്കമുള്ള പരിപ്പ്, പയർ വർഗ്ഗങ്ങളിൽ HDL കൊളസ്ട്രോൾ ഉണ്ട്. നോൺ വെജിൽ കടൽ മത്സ്യത്തിലും നല്ല കൊഴുപ്പുണ്ട്. കടൽ മത്സ്യം കറി വെച്ച് കഴിക്കണം, വറുത്ത മീനോ ഉണക്കമീനോ കഴിക്കരുത്. അപ്പം ട്രൈഗ്ലിസറൈഡ്സും VLDL-ഉം അപൂരിത ചീത്ത കൊഴുപ്പാണ് കൂടുതൽ. ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. സാറിൻ്റെ പേരാണ് എന്തെങ്കിലും നോട്ട് ചെയ്യാൻ, അല്ല ആർക്കെങ്കിലും ഇത് എഴുതി വെക്കണമെങ്കിൽ ഞാൻ പേപ്പർ കൊടുത്തിട്ടുണ്ട്, പേന വേണമെങ്കിൽ തരാം. അല്ല ആർക്കെങ്കിലും എന്തെങ്കിലും നോട്ട് ചെയ്യണമെങ്കിൽ മാത്രമാണ് ബുക്ക് പഠിക്കുന്ന. അപ്പോൾ ഈ നല്ല കൊഴുപ്പ് ശരീരത്തിൽ ഉണ്ടാവാനുള്ള കൊഴുപ്പ് അടങ്ങിയ ഭക്ഷണം നിങ്ങൾ കഴിച്ചില്ല എങ്കിൽ നിങ്ങൾ വലിയ ഗുരുതര രോഗങ്ങളിലേക്കും അപകടത്തിലേക്കും ഹാർട്ട് ഫെയിലിയറിലേക്കും നിങ്ങളുടെ എൻഡോക്രൈൻ അഥവാ ഹോർമോൺ ഗ്രന്ഥികൾ അവതാളത്തിലാവുക. ഇനി ഫാറ്റ് കുറഞ്ഞപ്പോൾ ശരീരത്തിൻ്റെ പ്രശ്നം പറഞ്ഞു. ഇനി മനസ്സിൻ്റെ പ്രശ്നം. ശരീരത്തിൽ കൊഴുപ്പ് കുറഞ്ഞാൽ നിങ്ങൾക്ക് എൻഡോക്രൈൻ സംബന്ധമായ ഡിപ്രഷൻ. ഇന്ന് ഭാരതത്തിൽ 100-ൽ 65 പേർക്കും, പ്രത്യേകിച്ച് 100-ൽ 65 സ്ത്രീകൾക്കും വിഷാദം, ഡിപ്രഷൻ, മനോമാന്ദ്യം,